അസ്സലാമലൈക്കും, വെൽക്കം ടു Peppercandy. എല്ലാവരും സുഖമായി സന്തോഷത്തോട്ടിരിക്കുന്നതായിരിക്കുന്നു. ഇന്ന് ഒരു കിഡ്സ് റൂം മേക്ക് ഓവർ വീഡിയോ ആണ്. ചെറിയ രീതിയിൽ ഒരു വർഷം മുമ്പ് ഞാൻ ഒരു കിഡ്സ് റൂം മേക്ക് ഓവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. ഒരുപാട് അപ്രീസിയേഷനും കമൻസും ഒക്കെ ലഭിച്ചൊരു വീഡിയോ ആയിരുന്നു അത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്ന ചെറിയ രീതിയിലൊരു മേക്ക് ഓവറാണ്. ഈ ഒരു വീഡിയോ പല ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. കുറേ നാളായി എൻ്റെ മൊബൈലിൽ കിടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് ഇന്ന് ഈ വീഡിയോ ആക്കി ഇടുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ മക്കളുടെ ആവശ്യപ്രകാരം ഈ ബങ്ക് ബെഡ് നമ്മൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അത് ആദ്യം അതിൻ്റെ നെയിൽസ് എല്ലാം റിമൂവ് ചെയ്ത് മക്കൾ തന്നെയാണ് കേട്ടോ സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്തത്. ഇനി ചെറിയൊരു പെയിൻറ്റിങ് ആവാം. വളരെ വലിയ പെയിൻറ്ററൊന്നും അല്ല കേട്ടോ ഞാൻ. തട്ടിക്കൂട്ട് പെയിൻറ്റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് പെയിൻറ്റിംഗ് ആണ്. ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പെയിൻറ്റിംഗ് ആണ് ഇത്. പല കളറ് മിക്സ് ചെയ്ത് ആ ഒരു ഷെയ്ഡ് വരുത്തിയെന്നേ ഉള്ളൂ. പിങ്കും പീച്ചും കളർ ഒരു ഷെയ്ഡ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ നോക്കി ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഇത് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പിന്നീട് ഒരു മാസം കഴിഞ്ഞ് ഇത് എടുക്കുന്നത്. ഉണങ്ങുന്നത് അക്രിലിക് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും. പക്ഷേ ഞാൻ മറന്നുപോയി കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന കാര്യം. പിന്നീട് എപ്പോഴും ഞാൻ ഫ്രീ ആയിട്ടിരുന്നപ്പോഴാണ് ഇതിനകത്ത് കാലിഗ്രാഫി ചെയ്യുന്ന കാര്യം ഓർത്തത്. ഞാനിവിടെ വൈറ്റ് ഗ്ലൂ എടുത്തേക്കുന്നത്. വൈറ്റ് ഗ്ലൂവിൽ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒന്ന് റൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഗ്ലിറ്റർ ഒന്ന് തട്ടിയിടുന്നതേ ഉള്ളൂ. ഗ്ലിറ്റർ നല്ല ലാവിഷായിട്ട് തട്ടിയിടണം, അല്ലെങ്കിൽ എല്ലായിടത്തും ഒന്നും അക്ഷരങ്ങളിൽ എല്ലായിടത്തും ഗ്ലിറ്റർ ഇല്ലെങ്കിൽ അത് ഭംഗി കാണില്ല. ഇത് നന്നായിട്ട് ഉണങ്ങാൻ വെക്കുക. അനക്കാതെ തന്നെ നേരെ തന്നെ ഉണങ്ങാൻ വെക്കണം കേട്ടോ. കമഴ്ത്തിയോ ചരിച്ചോ ഒന്നും വെക്കരുത്, നേരെ തന്നെ ഉണങ്ങാൻ വെക്കണം. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങിയിട്ടുണ്ടാവും. ഇനി ഒരു അക്വാ ബ്ലൂ കളറിലൊരു പെയിൻറ്റിങ് കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് വൈറ്റ് കളറിൽ ഒരു ഡ്രോപ്പ് ഡാർക്ക് ബ്ലൂവും പിന്നെ അക്വാ ഗ്രീൻ കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു ബ്ലൂ കളർ കിട്ടാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഇനി ക്യാൻവാസിൽ ഇതുപോലെ പെയിൻറ്റേഴ്സ് ടേപ്പ് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഇഷ്ടമുള്ള പാറ്റേണിൽ നമുക്ക് ഒട്ടിക്കാം. അതിനനുസരിച്ച് നമുക്ക് ആ പെയിൻറ്റിങ് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു തീമുണ്ട്, ഒരു തീമല്ല ഞാൻ പറഞ്ഞ ബെഡ്ഷീറ്റ് ഇതുപോലൊരു സ്ട്രൈപ്സ് ആണ്. അപ്പോൾ അത് കാരണം ഞാൻ ഈ സ്ട്രൈപ്സിൻ്റെ പാറ്റേൺ കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി തലങ്ങും വിലങ്ങും നോക്കാതെ ബ്ലൂ പെയിൻ്റ് എടുത്ത് ഒറ്റ അടിയും കൊടുത്തോ. ഇത് ഞാൻ ഒരു ദിവസം ഉണക്കാൻ വെച്ചു. പിറ്റേ ദിവസം ആയപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ. ഈ ഒരു പെയിൻറ്റേഴ്സ് ടേപ്പ് ഇളക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ചെയ്യാൻ. ഇനി ഇതിങ്ങനെ തന്നെ വേണമെങ്കിലും യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു വേർഡ്സ് എഴുതിയും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ വീണ്ടും വൈറ്റ് ഗ്ലൂ വെച്ച് വേർഡ്സ് എഴുതിയിട്ട് അതിനകത്തേക്ക് ഗ്ലിറ്റർ തട്ടിയിടുവാണേ. അപ്പോൾ ഇത് നമുക്ക് ഉണങ്ങാനായിട്ട് ഒരു ദിവസം എന്തായാലും വെക്കണം. പിറ്റേ ദിവസം ആകുമ്പോൾ അത് ഇങ്ങനെ നമുക്ക് കിട്ടും. തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെയിൻറ്റിങ് കിട്ടും. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് പെയിൻറ്റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് ഈസി. ഇനി അടുത്തത് ഞാനൊരു വേൾഡ് മാപ്പിൻ്റെ സ്റ്റിക്കർ ഓൺലൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വാൾ സ്റ്റിക്കർ. അപ്പോൾ അത് ഞാനിന്ന് കിഡ്സ് റൂമിലൊരു വാളിൽ ഒട്ടിച്ചു കൊടുക്കാമെന്നേ. അപ്പോൾ ഇതിനെന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ മക്കളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കോണ്ടിനെൻറ്റ് തന്നെ ഞാൻ കൊടുത്തു. എൻ്റെ മക്കൾക്ക് രണ്ടാൾക്കും ഓരോ കൺട്രീസിനെ പറ്റിയൊക്കെ അറിയാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു സ്റ്റിക്കർ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു കിഡ്സ് റൂമിൽ ഒട്ടിക്കാൻ. കർട്ടൻസൊക്കെ പഴയ മുൻപ് യൂസ് ചെയ്ത കർട്ടൻസ് തന്നെയാണ്, അതൊന്നും മാറ്റിയിട്ടില്ല.
ഇത് മുൻപ് എൻ്റെ ഉണ്ടായിരുന്ന ഒരു ഓർഗനൈസറാണ്. ഞാനിത് മിനിസോയിൽ നിന്നാണ് തോന്നുന്നു വാങ്ങിയത്. ബെഡിൽ ഞാൻ നേരത്തെ ഒരു സിംഗിൾ ബെഡ് മാത്രമേ ഉണ്ടായിരുന്നു. അതിന് മുകളിൽ ഞാനൊരു സോഫ്റ്റ് സിംഗിൾ ബെഡും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു 20 dirhamsന് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് സാധാരണ മറ്റേ വെറും സിംഗിൾ ബെഡാകുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് തോന്നിയുകൊണ്ട് ഈ ഒരു സോഫ്റ്റ് ബെഡും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് സ്പോഞ്ചാണ്. അതിന് മുകളിലായിട്ടൊരു ബെഡ് കവർ, വൈറ്റ് ബെഡ്ഷീറ്റ് വാങ്ങിച്ച് ഞാൻ ഒരു ബെഡ് കവർ ഉണ്ടാക്കിയതാണ്, സ്റ്റിച്ച് ചെയ്തതാണ് വീട്ടിൽ. പിന്നെ അതിന് മുകളിൽ ബെഡ്ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മോൻ്റെ ബെഡ് ഞാൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതിലാകെ ഞാൻ പുതിയതായിട്ട് ചെയ്തത് ഒരു ക്യാൻവാസ് ബോർഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മുൻപുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇത് ഒരു നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു ഹോൾഡറാണ്. ഇതിനെന്താ പറയുന്നത് മറന്നുപോയി. അപ്പോൾ ഇത് പക്ഷേ നല്ല ബെഡ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളത്, അത്യാവശ്യം വെച്ചാൽ ബാഗ് അങ്ങനത്തെയൊക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്നുണ്ട്. ഇതുവരെ ഇളകി പോയിട്ടില്ല. ഒരു 5 months ആയിട്ട് എൻ്റെ ഇവിടെ ഉണ്ട്. വെയർമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. 3 dirhams എന്തേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് മോളുടെ ബെഡ് എങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തതെന്ന് നോക്കാം. ഇവിടെയും ഞാനൊരു വൈറ്റ് ബെഡ്ഷീറ്റ് വാങ്ങിയിട്ട് ഒരു ബെഡ് കവർ പോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ബെഡ് കവറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പം വൈറ്റ് കളേഴ്സൊക്കെ നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ അതിന് മുകളിൽ ഏത് ഷീറ്റ് വിരിച്ചാലും ആ ഷീറ്റ് നല്ല ഭംഗിയായിട്ട് കിടക്കും. താഴത്തെ കളർ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കില്ല. ഇനി ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ മുൻപ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. സൺസെറ്റ് റൈഡേഴ്സ് നിന്ന് വാങ്ങിച്ചത്. ഒരുപാട് നാൾ നോക്കി നടന്ന ഈ ഒരു കളർ കേട്ടോ, എന്നിട്ട് കിട്ടിയതായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ കിഡ്സ് റൂം വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഈ ഒരു പൗച്ച്. ഇതിനകത്ത് മോള് ഹെയർ ബാൻഡൊക്കെ വെക്കുന്നത്. അപ്പോൾ അവൾ ഉറങ്ങാൻ നേരം അത് ഊരി അതിനകത്തേക്ക് വെക്കും, ബുക്സും വെച്ചിട്ട്. ഇനി നമ്മുടെ തട്ടിക്കൂട്ട് എന്നാൽ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ്. ഇനി മോളുടെ ടേബിളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അവളുടെ ആക്സസറീസും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ കിഡ്സ് റൂം മേക്ക് ഓവർ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഞാൻ ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അത് അതേപോലെ തന്നെ, അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇവിടെ വരുത്തിയിട്ടില്ല. ഇനി ഇത് മോൻ്റെ ടേബിളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. മോളുടെ ബെഡിന് താഴെയായിട്ടൊരു പുൾ ഔട്ട് കോട്ടും കൊണ്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ബ്ലാങ്കറ്റൊക്കെ ഫോൾഡ് ചെയ്ത് വയ്ക്കാം. എന്നെപ്പോലെ ഹോം ഡെക്കറും മേക്ക് ഓവറും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ ഈ കാണുന്ന ഓരോരുത്തരെന്ന് എനിക്കറിയാം. ഇത്രയും നേരം ക്ഷമയോടെ വീഡിയോ വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.